എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചീരയും പരിപ്പും കൂടിയുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ചീരക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ്, ആവശ്യത്തിനുള്ള പരിപ്പ് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു വിസിലടിക്കേണ്ട ആവശ്യമുള്ളൂ. പരിപ്പ് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. ചുവന്ന ചീരയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചുവന്ന ചീരയാണ് കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു വിസിലടിച്ചുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടോ. നല്ലൊരു കൊഴുപ്പും കിട്ടും കറിക്ക്. ഇങ്ങനെ നമ്മൾ ഒന്ന് കുതിർത്തിയിട്ടൊക്കെ ഒന്ന് പരിപ്പ് വേവിച്ചാൽ പരിപ്പിനൊരു പെരുക്കം കിട്ടും. വെന്ത പരിപ്പിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കണം. കുറച്ച് നേരം വേവിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ചീര വേഗം വെന്ത് കിട്ടും. ചീരയും മുരിങ്ങയൊക്കെ വേഗം വേവും. അപ്പോൾ ചീര വേകുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി കൂടി ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ച് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾക്കൊരു 3/4 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. കാരണം ചീര മുരിങ്ങ ഈ കറിയിലേക്കൊന്നും ഒരുപാട് മുളകിൻ്റെ ഒരു കുത്ത് വരാൻ പാടില്ല. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചീര വെന്തിട്ടുണ്ട്. ചീരയും പരിപ്പും വെന്ത കറിയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കറിയൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി ഇതിലേക്കൊന്ന് കടുക് താളിച്ച് ഒഴിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. കറി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ചീര കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമായ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.